ഹലോ ഗൈസ്, നമ്മൾക്കിപ്പോൾ ഇന്നൊന്ന് കൂൺ കറി വെച്ചാലോ? നോക്കാം. കൂണ് നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കാം. അതിലേക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, പിന്നെ വെളുത്തുള്ളി ഇവയെല്ലാം നന്നായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെക്കാം. അടുപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചട്ടി ചൂടാകാൻ വെക്കാം. ചട്ടി ചൂടായി വരുമ്പോഴേക്ക് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇച്ചിരിക്കോളം കടുക് പൊട്ടിച്ചാൽ മതി. ആവശ്യത്തിനുള്ള കടുകിട്ട് അത് പൊട്ടാൻ വേണ്ടി വെക്കാം. പൊട്ടിക്കഴിയുമ്പോഴേക്കും നമ്മളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, പച്ചമുളക് ഇവ മൂന്നും അതിലേക്ക് നല്ലോണം ഇട്ട് നല്ലോണം വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്കും നമ്മൾക്ക് അടുത്തത് നമ്മുടെ സവാളയെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത്ര നേരം നല്ലോണം ഇളക്കി കൊടുക്കണേ, എന്നാലും ഇതിൻ്റെ പച്ചമണം മാറത്തുള്ളൂ. കാരണം ഇഞ്ചിക്കും വെളുത്തുള്ളിക്കൊക്കെ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ അത് പോകണമെങ്കിൽ നമ്മൾ അത് വഴറ്റി കൊടുത്താൽ മാത്രമേ അത് പോകത്തുള്ളൂ. പിന്നെ നമ്മുടെ സവാള അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഞാൻ നീളത്തിലരിഞ്ഞാണ് എടുത്തേക്കുന്നത്. കാരണം വലിയൊരു സവാള ആയതുകൊണ്ട് അതിൻ്റെ പകുതി മുക്കാലും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നീളത്തിലരിഞ്ഞ് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കാരണം സവാള വാടാനും എല്ലാത്തിനുമാണ് നമ്മൾ ഉപ്പിടുന്നത്. അപ്പോൾ ഒന്ന് നല്ലോണം ഇളക്കുക, ഉപ്പ് നല്ലോണം യോജിക്കാൻ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും നമ്മൾ കൂണ് അതിനകത്തേക്ക് ഇടാൻ വേണം. അപ്പോൾ തക്കാളി ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൂണ് നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് അത് നല്ലോണം ഇളക്കി അത് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് അത് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇടണമെങ്കിൽ. അപ്പോൾ അത് നല്ലോണം ഇളക്കി ആ തക്കാളിയും ഇതിൻ്റെ എല്ലാ നമ്മൾ സ്പൈസസ് ഒന്നും ആഡ് ആക്കിയിട്ടില്ല. ബാക്കി നമ്മുടെ മസാലകൾ, തക്കാളിയും സവാളയും എല്ലാത്തിൻ്റെയും മിക്സുകളെല്ലാം കൂടി അതിനകത്തോട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണം. എന്നാലേ നമ്മൾക്കത് വെന്ത് കിട്ടുള്ളൂ. ആവശ്യത്തിന് നമ്മൾ ഓയിൽ എന്തായാലും അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായ മസാലക്കൂട്ട്, ഞാനിവിടെ ചില്ലി ഫ്ലേക്സാണ് എടുത്തേക്കുന്നത് എരിവിന് വേണ്ടി. കുറച്ച് കാശ്മീരി മുളക് പൊടി ഞാൻ അതിനകത്തേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഗരം മസാല നമ്മൾ മണം കിട്ടാനും ഇതിനും വേണ്ടിയാണ്, സ്പൈസിക്കും വേണ്ടിയാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു കാര്യങ്ങളൊക്കെ ആവും. നല്ലോണം വരട്ടി വെക്കണേ, എന്നാലേ നമുക്കിതിൻ്റെ, കാരണം ഞാനിവിടെ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല, ഓൺലി ഓയിൽ മാത്രമേ ഞാൻ ഇതിനകത്ത് യൂസ് ആക്കുന്നുള്ളൂ. നല്ലോണം വരട്ടി വെക്കുക. അതിനകത്തേക്ക് നല്ലോണം മസാലകൾ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്കത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. ഈ ഒരു പാകമാകുമ്പോഴേക്കും നമുക്കൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് വേണം നമുക്കത് വേവിച്ചെടുക്കാൻ. തുറന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിരിക്കുന്നു. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.